Good morning and welcome to yet another episode of Dr. Mentor. UPSC notification for 2021 examination, Civil Service Prelims examination has come. So നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ഒരു ഫസ്റ്റ് ടൈമായിട്ട് ഈ ഒരു എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ പോകുന്നവർക്ക് ഒരുപാട് സംശയങ്ങൾ ഇതിനകത്ത് ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ പറ്റിയിട്ടും അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുമുള്ള ഒരു ഡെമോ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് ഡോക്ടർ മെൻറ്ററിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ വെൽക്കം വൺസ് അഗെയിൻ ടു ഡോക്ടർ മെൻറ്റർ. ഓക്കെ, നമ്മളിപ്പോൾ UPSCയുടെ സൈറ്റിലാണ്, upsc.gov.in എന്ന് പറയുന്ന സൈറ്റിലാണ്. സോ ഈ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ വാട്ട്സ് ന്യൂ എന്ന് പറയുന്നിടത്ത് എക്സാം നോട്ടിഫിക്കേഷൻ ഫോർ സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ ഫോറസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് കിട്ടും. സോ നമ്മൾ ആദ്യം ആ ഒരു ലിങ്കിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇത്തരത്തിലുള്ള ഒരു വിൻഡോയിലേക്ക് നമുക്ക് വരാം. സോ സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ ഡോക്യുമെൻ്റ് ടൈപ്പ് എസ് എക്സാം നോട്ടിഫിക്കേഷൻ ആൻഡ് 1.6 MBയുടെ ഒരു ഡോക്യുമെൻ്റ് കൂടി നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. സോ ഈ ഡോക്യുമെൻ്റ് നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. ബിക്കോസ് ദാറ്റ് വൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഡോക്യുമെൻ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ആ നോട്ടിഫിക്കേഷനായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു നോട്ടിഫിക്കേഷനാണ്. ഇങ്ങനെയുള്ള ഒരു നോട്ടിഫിക്കേഷൻ, അതായത് 4/3/2021 വന്നിട്ടുള്ള ആ നോട്ടിഫിക്കേഷനിൽ നമ്മളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ദെൻ നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. സോ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിനകത്ത് വന്നിട്ടുണ്ട്. ബട്ട് ഈ വട്ടം നമുക്ക് വേക്കൻസി നമുക്ക് കുറച്ച് കുറവാണ്. അറൗണ്ട് 780 വേക്കൻസീസ് അടുപ്പിച്ച് മാത്രമേ ഈ പ്രാവശ്യത്തെ നമ്മളുടെ വേക്കൻസി ലിസ്റ്റിൽ വന്നിട്ടുള്ളൂ. സോ ഈ ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കാര്യമായിട്ട് ഒന്ന് വായിച്ചു നോക്കേണ്ട ഒരാവശ്യമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി ഇപ്പോൾ നമുക്ക് ലിങ്കിലേക്ക് പോയി നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ദിസ് ഈസ് എ ലിങ്ക്. നിങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനെ എന്ത് ചെയ്യാം, UPSCയുടെ സൈറ്റിൽ കയറിയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ upsconline.nic.in upsconline.nic.in എന്ന് പറയുന്ന സൈറ്റിൽ കൂടിയും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. സോ നമ്മൾ ഈ ഒരു വിൻഡോയിലേക്കാണ് അടുത്തത് വരിക. അതായത് എക്സാമിനേഷൻ കോഡ് ഈസ് ആക്ച്വലി CSP ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ദ കോമൺ ആപ്ലിക്കേഷൻ ഫോർ സിവിൽ സർവീസ് പ്രിലിമിനറി ആസ് വെൽ ആസ് ഫോറസ്റ്റ് എക്സാമിനേഷൻ. സോ നമ്മളുടെ നോട്ടീസ് ഡേറ്റ് എന്ന് പറയുന്നത് 4/3/2021 ആണ്. ലാസ്റ്റ് ഡേറ്റ് ഈസ് ആക്ച്വലി 24/3/2021 ആണ്. സോ ഒരു ലാസ്റ്റ് ടൈമിലേക്ക് വെക്കാതെ കഴിവത് ഈ ഒരാഴ്ച തന്നെ അപ്ലൈ ചെയ്യാവുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ആക്ച്വലി ബെറ്റർ. സോ നമുക്ക് പാർട്ട് 1 രജിസ്ട്രേഷനാണ് ആദ്യം ചെയ്യേണ്ടത്. സോ പാർട്ട് 1 രജിസ്ട്രേഷനിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. സോ പാർട്ട് 1 രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇനി പറയുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, വായിച്ച് പഠിക്കണം എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. സോ ഈ നോട്ടിഫിക്കേഷനകത്ത് പറയുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ അതർ വെബ്സൈറ്റ്സ്, അതായത് ഈ പറയുന്ന വേറെ വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫാൾസ് ആയിട്ടുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. ദിസ് ഈസ് ആക്ച്വലി upsc.gov.in അല്ലെങ്കിൽ ടു ബി പ്രിസൈസ്ലി upsconline.nic.in എന്നുള്ളതാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ്. ഡെൻ ഒരു പ്രാവശ്യം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി. കാര്യം ഒരുപാട് പേർക്കും വരുന്ന സംശയം ഇതാണ്, ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തു, അപ്പോൾ എൻ്റെ അഡ്രസ്സ് മാറിപ്പോയി, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാറിപ്പോയി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ മൈനറായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായി എന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഉണ്ടായി എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രാവശ്യം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. സോ അതുകൊണ്ട് കഴിവതും ഒരു ഫ്രഷ് ആപ്ലിക്കേഷൻ തന്നെ, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പുതിയ ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ പഴയ ആപ്ലിക്കേഷൻ ക്യാൻസൽ ആവുകയും പുതിയ ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യും, നിലവിൽ വരികയും ചെയ്യും. സോ ബട്ട് ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് തന്നെ നമ്മളിത് ചെയ്യണം. ദെൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇങ്ങനെ തെറ്റിപ്പോയവർ ചെയ്തിട്ടുള്ള ഒരു കാര്യം കണ്ടിട്ടുള്ളത്, സപ്പോസ് ഇപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രമാണ് നിങ്ങൾ പ്രിലിമിനറിയുടെ സെൻറ്റർ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, തെറ്റിപ്പോയൊരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ രണ്ടാമത്തെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ കൊച്ചിയോ കോഴിക്കോടോ വേറെ ഏതെങ്കിലും ഒരു സെൻറ്റർ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം ആദ്യത്തെ ആപ്ലിക്കേഷൻ അല്ല രണ്ടാമത്തെ ആപ്ലിക്കേഷൻ തന്നെയാണ് UPSC അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. സോ അങ്ങനെ എന്തെങ്കിലും തെറ്റി വരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രിലിമിനറിയുടെ മാത്രം സെൻറ്റർ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാൽ മതി. സോ അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾക്കൊരു പുതിയൊരു ഫ്രഷ് ആപ്ലിക്കേഷൻ തന്നെയാണ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കൊടുക്കേണ്ടത്. ദെൻ ഇംഗ്ലീഷിലാണ് നമ്മളിത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നത്. ദെൻ പാർട്ട്
നമുക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ഓക്കെ നമ്മൾ അതിനകത്ത് കറക്ഷൻസ് പിന്നീട് പറ്റുകയില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് പാർട്ട് 1 ആപ്ലിക്കേഷൻ വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ചെയ്യാൻ. ദെൻ പാർട്ട് 2 എന്ന് പറയുന്നിടത്ത് നമുക്ക് ഓക്കെ ഫോട്ടോഗ്രാഫർ, സിഗ്നേച്ചർ, ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്, ഡോക്യുമെൻ്റ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളതിലൊന്ന് അപ്ലൈ ചെയ്യുക. ദെൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട്സ് അറ്റ് 4/3 ആൻഡ് എൻഡ്സ് അറ്റ് 24/3 എന്നുള്ളതാണ്. ദെൻ ഫൈനലി എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് മറ്റൊരുത്തിലുള്ള കറക്ഷൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എന്ത് ചെയ്യില്ല, സാധിക്കുകയില്ല. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിലൊരു സ്കാൻഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് വേണം. പ്രിഫറബിളി ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് ഓക്കെ നമുക്ക് ചെയ്യുന്നത്. ദെൻ ഗൂഗിൾസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഹാറ്റ് ഇതൊക്കെയുള്ള ഓക്കെ ഫോട്ടോസ് അല്ലാതെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഓക്കെ ഒരു ലൈക്ക് ഒരു ഒഫീഷ്യൽ കൈൻഡ് ഓഫ് എ ഫോട്ടോഗ്രാഫ് വിൽ ബി മച്ച് ബെറ്റർ. ആൻഡ് ദെൻ 300 KB ഓക്കെ എന്താണ് ഇത് എക്സീഡ് ചെയ്യാൻ പാടില്ല ഓക്കെ ഇതിൻ്റെ ടോട്ടൽ സൈസ്. എന്നാൽ 20 KB കുറയാനും പാടില്ല. ദെൻ JPG ഫോമാറ്റിൽ തന്നെ ആയിരിക്കണം നമ്മളുടെ ഓക്കെ സൈനും അതുപോലെ തന്നെ നമ്മളുടെ ഓക്കെ ഫോട്ടോ എന്ന് പറയുന്നത്. 350 പിക്സൽസിന് 350 പിക്സൽസ് ആണ് ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള റെസൊല്യൂഷൻ. ഹയസ്റ്റ് റെസൊല്യൂഷൻ ഈസ് 1000x1000 പിക്സൽസ്. ആൻഡ് ദെൻ നമുക്ക് ഓക്കെ സ്കാൻഡ് ഫോട്ടോഗ്രാഫ് കഴിഞ്ഞൊരു സിഗ്നേച്ചർ ആകുമ്പോഴും ഇതുപോലെ തന്നെ JPG ഫോമാറ്റ് 300 KB ആണ് അപ്പർ ലിമിറ്റ്, 200 KB ആണ് ലോവർ ലിമിറ്റ്, 100 പിക്സൽസ് ഇൻറ്റു 100 പിക്സൽസ് ആണ് അപ്പർ ലിമിറ്റ് ഫോർ റെസൊല്യൂഷൻ. ആൻഡ് ദെൻ 350 ഇൻറ്റു 350 പിക്സൽസ് ആണ് ലോവർ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ദെൻ ഇതിന് ശേഷം നമുക്കൊരു ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് നമ്മൾ PDF ഫോമാറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യുവാനായിട്ടാണ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുവാനായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് തരത്തിലുള്ള ID കാർഡ്സ് ഉണ്ട്, ആധാർ ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, വോട്ടേഴ്സ് ID കാർഡ് ഉണ്ട് ഒക്കെ ഉണ്ട്. ബട്ട് ഐ വിൽ സേ ആക്ച്വലി ഗോ വിത്ത് ആധാർ ഐഡൻറ്റി കാർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, PDF ആയിട്ട് അപ്ലൈ ചെയ്യാം. റീസൺ എന്താ വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രിലിംസോ മെയിൻസോ വരുന്ന സമയത്ത് നിങ്ങളുടെ വോട്ടേഴ്സ് ID കാർഡ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. നമുക്ക് പിന്നീട് അതിൻ്റെ ഒരു കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രോസസ് ഈസ് ആക്ച്വലി വെരി ഹെക്ടിക്. ബട്ട് അതേ സമയത്ത് ഒരു ആധാർ ആണെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ ആധാർ കളഞ്ഞു പോയാൽ പോലും നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, ആധാറിൻ്റെ UIDAIയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയും അത് യൂസ് ചെയ്യുകയും ചെയ്യാം. സോ ഐ പ്രിഫർ ആധാർ ആയിരിക്കും ഒന്നും കൂടി നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. സോ ഇറ്റ് ഷുഡ് ബി ഇൻ PDF ഫോമാറ്റ്. അത് JPG അല്ല PDF ആണ്. എന്നാൽ സിഗ്നേച്ചറും എന്നാൽ നമ്മളുടെ സൈനും എന്താണ് JPG ഫോമാറ്റാണ്, മറന്നു പോകരുത്. ദെൻ JPG ഫോമാറ്റിലും 300 KB ആണ് അപ്പർ ലിമിറ്റ്, 200 KB ആണ് ലോവർ ലിമിറ്റ്. ആൻഡ് ദെൻ 350 ഇൻറ്റു 350 പിക്സൽസ് ആണ്, സെൻറ്റിമീറ്റർ അല്ല പിക്സൽസ് ആണ് ലോവർ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ആൻഡ് 1000 ഇൻറ്റു 1000 പിക്സൽസ് വിത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് ആക്ച്വലി അതിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയും. ദെൻ നമുക്കിതിൽ ലേഡീസിനെ ഓക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ഫീൽഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് SC/ST കാറ്റഗറീസിലുള്ളവരും നമുക്ക് ഇത്തരത്തിലുള്ള ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ട് അല്ലാത്തവർ ഒരു ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റിയോ അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ SBI ചെല്ലാനോ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിലുള്ള ഒരു 100 രൂപയുടെ നമുക്കൊരു പേയ്മെൻ്റ് ഉണ്ട്, ആ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യുക. സോ ഇത്രയുമൊക്കെയാണ് നമുക്കിതിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് പറയാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് യെസ് കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ആക്ച്വലി ഗിവ് ദ ആപ്ലിക്കേഷൻ. സോ നമ്മൾ ഈ നോട്ടിഫിക്കേഷനൊക്കെ വായിച്ചു. അപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് ഈ നോട്ടിഫിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണോ, അതായത് UPSCയുടെ എക്സാമിനേഷന് പോകുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കൂടി പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. ആക്ച്വലി അതിൻ്റെ ആവശ്യമൊന്നുമില്ലടോ, അതിൻ്റെ ഒരു ആവശ്യമില്ല. നോട്ടിഫിക്കേഷൻ അവിടെ പോയിട്ട് ആർക്ക് വായിക്കാനാണ്, നമ്മൾ വായിച്ച് പഠിച്ചാൽ ദെൻ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ പേജിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ, ഫൈനലായിട്ടുള്ള അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ അഡ്മിറ്റ് കാർഡിൻ്റെ മാത്രം ആവശ്യമുള്ളൂ. നോട്ടിഫിക്കേഷനൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഹിയർ ഈസ് ആക്ച്വലി അവർ ആപ്ലിക്കേഷൻ ഫോം. സോ പാർട്ട് 1 രജിസ്ട്രേഷൻ നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. ദെൻ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ പേയ്മെൻറ്റിലേക്ക് പോവുക. ദെൻ ഫോട്ടോയും സൈനും ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് അപ്ലോഡ് ചെയ്യുക. ഫൈനലി സെൻഡർ സെലക്ഷൻ, ഇങ്ങനെ ഒരു 4. ആൻഡ് ദെൻ ഡിക്ലറേഷൻ, വി ഹാവ് ടു എഗ്രി ഫോർ ദ ഡിക്ലറേഷൻ. സോ ഫസ്റ്റ് 1 രജിസ്ട്രേഷൻ, സെക്കൻഡ് 1 പേയ്മെൻറ്റ്, തേർഡ് ഈസ് ആക്ച്വലി അപ്ലോഡിങ് ഫോട്ടോ സൈൻ ആൻഡ് സെൻഡർ അലോക്കേഷൻ. സോ ഈ കാര്യങ്ങളെല്ലാം കയ്യിൽ വെച്ചിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് അതിൻ്റെ ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു സ്കാൻഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫും സൈനും ഫോട്ടോ ID കാർഡ് PDF ഉണ്ടായിട്ട് അത് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാവൂ, നമ്മൾ ഈ പറയുന്ന പേജിലേക്ക് പോകാം. സോ പേജ് നമുക്ക് ഇപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നരസിംഹ മന്നാടിയാർ എന്ന് കൊടുക്കാം. നരസിംഹ മന്നാടിയാർ, രസമല്ലേ, നരസിംഹ മന്നാടിയാർ IAS എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗുമ്മുള്ളൊരു പേരല്ലേ. ഓക്കെ, ജെൻഡർ, ജെൻഡർ മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ. സോ നിങ്ങളുടെ ജെൻഡർ കൊടുക്കാം. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് തൽക്കാലം നരസിംഹ മന്നാടിയാറിനെ നമുക്ക് 1/1/1. ഓക്കെ,
1990 തൽക്കാലം 90s കിഡ്സ് എന്ന് പറയുന്നത് ഒരു ബെറ്റർ സാധനമാണ്. സോ 1990 എന്ന് കൊടുക്കാം. then അവിടെ നമുക്ക് എന്ത് ചെയ്യണം? സോ ഇത്രയും കാര്യം ആദ്യം നമ്മൾ നെയിം കൊടുക്കുന്നു. ഓക്കെ, നെയിമിൻ്റെ ഇടയ്ക്ക് സ്പേസോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. സോ നമ്മൾ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ ഓക്കെ 10ാം ക്ലാസ് എക്സാമിനേഷനിൽ നമ്മളുടെ പേര് എങ്ങനെയാണോ അതേ പേര് തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നിക് നെയിംസ് ഒന്നും പാടില്ല. ദെൻ ഫാദേഴ്സ് നെയിം നമുക്ക് തൽക്കാലം തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് എന്ന് കൊടുക്കാം. തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ്. ഓക്കെ ഫൈൻ. സ്പേസ് ഇല്ല, കുത്തില്ല, അതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ല. മദേഴ്സ് നെയിം നമുക്ക് എന്ത് കൊടുക്കാം? മദേഴ്സ് നെയിം നമുക്കിപ്പോൾ തൽക്കാലം ഒരു നല്ല പേര് പറയടോ, നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. തൽക്കാലം നമുക്ക് ഭവാനി എന്ന് കൊടുക്കാം. ഓക്കെ. നാഷണാലിറ്റി ഇറ്റ് ഷുഡ് ബി ഇന്ത്യൻ. ഓക്കെ, നമ്മളെല്ലാവരും ഇന്ത്യൻ ആണ്. സോ ഇന്ത്യൻ. മാരീറ്റൽ സ്റ്റാറ്റസ് നിങ്ങൾ മാരീഡ് ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ മാരീഡ്, അതല്ല അൺമാരീഡ് ആണെങ്കിൽ അങ്ങനെ, വിഡോ ആണെങ്കിൽ അങ്ങനെ, ഡിവോഴ്സ് ആണെങ്കിൽ അങ്ങനെ. സിംഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല, അതിന് പകരം അൺമാരീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. സിംഗിൾ ആൻഡ് റെഡി ടു മിംഗിൾ എന്ന് പറയുന്ന ഒരു ഐറ്റം ഒന്നുമില്ല. സോ നമുക്ക് മന്നാടിയാർ തൽക്കാലം മാരീഡ് ആണ്, അപ്പോൾ തൽക്കാലം മാരീഡ് എന്ന് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് ഈസ് ആക്ച്വലി കാൻഡിഡേറ്റ് വിത്ത് എനി ബെഞ്ച് മാർക്ക് കൈൻഡ് ഓഫ് ഡിസബിലിറ്റി. അതായത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ ആ ഡിസബിലിറ്റീസിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ ഹാജരാക്കണം. മന്നാടിയാർ തൽക്കാലം കൈയൊക്കെ കുത്തി ഇങ്ങനെ അല്ലേ എന്നൊക്കെയാണ് സംസാരിക്കാറുണ്ട് എന്നുള്ളെങ്കിലും അദ്ദേഹത്തിന് തൽക്കാലം ഡിസബിലിറ്റി ഒന്നുമില്ല. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ആക്ച്വലി കമ്മ്യൂണിറ്റി. അതായത് ഈ പ്രാവശ്യം നമുക്ക് EWS വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലുള്ള EWS, OBC, SC/ST അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മളുടെ കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ വേണം. ഇഫ് യു ആർ ആക്ച്വലി ക്ലെയിമിങ് EWS, OBC, SC or ST കാറ്റഗറി, അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം? തഹസീൽദാർ ഓർ എബവ്, ഒന്നുകിൽ തഹസീൽദാർ തൊട്ട് വില്ലേജ് ഓഫീസിലെ ഓക്കെ OBC അല്ലെങ്കിൽ SC/ST കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുകയില്ല UPSC. അതുകൊണ്ട് തഹസീൽദാർ തൊട്ട് മുകളിലുള്ള ലെവലിലുള്ള ഒരു എന്തും കൂടി വേണം, നമുക്ക് അത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി നമുക്ക് വേണം. സോ തൽക്കാലം മന്നാടിയാർ ക്ഷത്രിയനാണ്. മന്നാടിയാർ ക്ഷത്രിയനാണെങ്കിൽ എന്താ, തൽക്കാലം നമുക്ക് ST എന്താ, അല്ലെങ്കിൽ SC/STയിലോ OBCയിലോ ഒക്കെ ക്ഷത്രിയൻ വന്നോടെ, കുഴപ്പമൊന്നുമില്ല. തൽക്കാലം നമ്മൾ ST കൊടുത്തു, വേറെ ഒന്നും കൊണ്ടല്ല. എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം ഫീസ് അടയ്ക്കേണ്ട, അതുകൊണ്ട് മാത്രം. സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് SC, ST, OBC, EWS കാൻഡിഡേറ്റ്സ് അത്തരത്തിൽ ഓക്കെ റിലാക്സേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, EWS ആണെങ്കിൽ കഴിഞ്ഞ 2019-20 ഫിനാൻഷ്യൽ ഇയറിലുള്ള ഒരു അസറ്റ് സർട്ടിഫിക്കറ്റും, SC, ST, OBC ആണെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തിലുള്ള ഓക്കെ തഹസീൽദാർ തൊട്ട് മുകളിലേക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി വേണമെന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. തൽക്കാലം എൻ്റെ കയ്യിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് തൽക്കാലം കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് ഒരു വണ്ടിയുടെ നമ്പർ കൊടുക്കാം. ഓക്കെ. ദെൻ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂയിങ് അതോറിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഏതാണ് ഇഷ്യൂയിങ് അതോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അതോറിറ്റിയാണ് കൊടുക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം? തഹസീൽദാർ കൊടുക്കാം, ഡെപ്യൂട്ടി കളക്ടർ കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. ദെൻ ഇതിനൊരു കമ്മ്യൂണിറ്റി ഡേറ്റ് കൊടുക്കണം. അതായത് ഓക്കെ ഒരു വിൻഡോ തെളിഞ്ഞു വരും, അതിനകത്ത് നമ്മളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഡേറ്റ് ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റ് കൂടി കൊടുക്കണം. ദെൻ നിങ്ങൾ ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, പാസി ഇത്തരത്തിലുള്ളതാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൈനോറിറ്റി കൂടി എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. മൈനോറിറ്റി എസ് കൊടുത്താൽ മൈനോറിറ്റി സെലക്ട് ചെയ്യാനുള്ള ഓക്കെ ഏത് റിലീജിയൻ ആണെന്ന് സെലക്ട് ചെയ്യാനുള്ള വരും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. തൽക്കാലം നമ്മൾ മൈനോറിറ്റി കൊടുക്കുന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുക? നോ കൊടുക്കുക. ദെൻ SC/ST അല്ലെങ്കിൽ വുമൻ ആണ് എന്നുണ്ടെങ്കിൽ ഫീസ് റെമിഷൻ അലൗഡ് ആണ്. സോ ഫീസ് റെമിഷൻ ആക്ച്വലി അവിടെ തന്നെ വരും. ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഫീസ് റെമിഷൻ അലൗഡ് എന്നുള്ളത് നോ കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പേജിൽ ഫീസ് കൂടി കൊടുക്കണം. ദെൻ നെക്സ്റ്റ് പേജ് ആക്ച്വലി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അതായത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ 3rd ഇയർ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഹൗസ് സർജൻസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ ആണ്. ഓക്കെ, സോ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? 100% അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പിയേർഡ് ഓർ അപ്പിയറിങ് അറ്റ് ദ ഡിഗ്രി ഓർ ഇക്വാലൻ്റ് എക്സാമിനേഷൻ എന്നുള്ളത് കൊടുക്കുക. അതല്ല നിങ്ങളത് ഓക്കെ കംപ്ലീറ്റ് ചെയ്തു, ആ ഒരു ക്വാളിഫിക്കേഷൻ കിട്ടി എന്നുണ്ടെങ്കിൽ ഓൾറെഡി പാസ് ഡിഗ്രി ഓർ ഇക്വാലൻ്റ് എന്ന് കൊടുക്കുക. അതായത് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ പ്രിലിംസിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റേജിൽ നമുക്ക് ഒരു തരത്തിലുള്ള എന്തും നമ്മൾ കൊടുക്കണ്ട, ഇത്തരത്തിലുള്ള ഓക്കെ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊടുക്കണ്ട. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്കിവിടെ ഓക്കെ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. പക്ഷേ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പ്രൊവിഷനല്ല അല്ലാത്തൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണമെന്നുള്ളത് മാത്രമാണ് നിർബന്ധം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഡിഗ്രി ഏത് സ്ട്രീമാണ്, അതായത് അഗ്രികൾച്ചർ ആണെങ്കിൽ അത്, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അങ്ങനെ, അനിമൽ ഹസ്ബൻഡറി ആണെങ്കിൽ അങ്ങനെ, ദെൻ മെഡിസിൻ ഉണ്ട്, അത്തരത്തിലുള്ള എല്ലാ ഓക്കെ ഫിസിയോളജി, സൈക്കോളജി, ലോ ഒക്കെ ഉണ്ട്.
സോ നിങ്ങളൊരു BAMS BHMS അല്ലെങ്കിൽ അത്തരത്തിലുള്ള BSMS ആണ് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ഇൻ മെഡിക്കൽ സയൻസ് എന്ന് കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ആക്ച്വലി അതേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് താഴെ, അതേഴ്സ്, ആ ഓപ്ഷനിലേക്ക് കൊടുക്കാം. നിങ്ങളുടെ സബ്ജക്റ്റ് ഇതിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതല്ല നിങ്ങളിപ്പോൾ ഒരു BSc കെമിസ്ട്രി ആണ്, BSc ഫിസിക്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രാജുവേറ്റ് ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് കെമിസ്ട്രി ആസ് വൺ ഓഫ് ദ സബ്ജക്ട്, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് ബോട്ടണി ആസ് വൺ ഓഫ് ദ സബ്ജക്ട്, ഇങ്ങനെ കൊടുക്കുക. അതല്ല നിങ്ങളുടെ സബ്ജക്റ്റ് ഇതിൽ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ അതേഴ്സ് എന്ന് പറയുന്ന ഏറ്റവും ഫൈനൽ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം. മന്നാടിയാർ തൽക്കാലം BTech ആയിക്കോട്ടെ, ഓക്കെ, മന്നാടിയാർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ രീതിയിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് കൊടുക്കും. സോ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ വിൻഡോ വരും. അതിൽ നമുക്ക് സിവിൽ സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, സിവിൽ സർവീസ് ആൻഡ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, നമുക്ക് ഇത്തരത്തിൽ എക്സാമിനേഷൻ പ്രിഫറൻസ് കൊടുക്കാം. അത് ചിലർക്ക് സിവിൽ സർവീസ് മാത്രം എഴുതിയാൽ മതി എന്നുണ്ടെങ്കിൽ അവർക്ക് സിവിൽ സർവീസ് തന്നെ കൊടുക്കാം. അതല്ല ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. നമുക്ക് തൽക്കാലം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, കഴിയുമ്പോൾ 2 എക്സാമിനേഷൻ ഒന്നിച്ച് തന്നെ എഴുതുക. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിൽ കൊടുക്കുക. സോ അങ്ങനെ വന്നാൽ ഇത് കൊടുക്കുമ്പം UPSCയിൽ നിന്ന് പറയും ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തല്ല അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയും. തൽക്കാലം ഓക്കെ കൊടുക്കുക. എന്തായാലും നമ്മൾ 1 വർഷം ഇതിന് കളഞ്ഞു, അതുകൊണ്ട് പോയാലും പോയില്ലെങ്കിലും നമുക്ക് എന്താണ്, നമുക്ക് അതുപോലൊക്കെ തന്നെ ഉള്ളൂ. സോ അതുകൊണ്ട് എന്താണ്, ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അടുത്തതായിട്ട് നമ്മളുടെ അഡ്രസ്സ് കൊടുക്കുക. സോ തൽക്കാലം നമുക്ക് മന്നാടിയാരുടെ അഡ്രസ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, നോർത്ത് 24 കാതം, ദെൻ ലൈൻ 2 മുത്താരം കുന്ന് PO, മുത്താരം കുന്ന് എന്നുള്ളതിന് പകരം മാറിപ്പോയി, പോട്ടെ, മുത്താരം കുന്ന് PO, ലൈൻ 3 നമുക്ക് എവിടെ കൊടുക്കാം, തൽക്കാലം നമുക്ക് ഇടുക്കിന്ന് കൊടുക്കാം, ഇടുക്കി. എന്നാൽ ഇതിന് ശേഷം സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ഒക്കെ സെലക്ട് ചെയ്യാനുണ്ട്. സ്റ്റേറ്റ് നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് കേരള സെലക്ട് ചെയ്യാം. ക്ഷത്രിയനല്ലേ, അതുകൊണ്ട് തൽക്കാലം നമുക്ക് കണ്ണൂർ തന്നെ കൊടുക്കാം. ഓക്കെ, ദെൻ പിൻകോഡ്, ഏതെങ്കിലും ഒരു പിൻകോഡ് താൽക്കാലികമായിട്ട് നിങ്ങൾ, ഓക്കെ, നിങ്ങളുടെ സ്വന്തം പിൻകോഡ് എന്ത് ചെയ്യുക, നിങ്ങൾ തൽക്കാലം ഒന്ന് അടിച്ചു കൊടുക്കുക. ദെൻ ഫോൺ നമ്പർ വിത്ത് ഏരിയ കോഡ്, നിങ്ങളുടെ കയ്യിൽ ഫോൺ നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ. ആക്ച്വലി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ പറയുന്ന മൊബൈൽ നമ്പർ കൊടുത്താൽ ആ മൊബൈൽ നമ്പറിലേക്കായിരിക്കും നമ്മളുടെ, ഓക്കെ, ഇത്തരത്തിലുള്ള മെസ്സേജുകളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ വരിക. അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നെ, വർക്കിംഗ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ തന്നെ എന്ത് ചെയ്യുക, നമുക്കിതിൽ കൊടുക്കുക. തൽക്കാലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മൊബൈൽ നമ്പർ തൽക്കാലത്തേക്ക് കൊടുത്തു. അതിനുശേഷം നമുക്കിതിൽ എന്ത് ചെയ്യണം, നമുക്കിതിനകത്തേക്ക് ഒരു ഇമെയിൽ ഐ ഡി കൂടി കൊടുക്കണം. ഓക്കെ, മന്നാടിയാർ 90 സ്മോക്കി, അല്ലെങ്കിൽ മന്നാടിയാർ സ്മോക്കി എന്ന് മതി, മന്നാടിയാർ സ്മോക്കി @gmail.com. ഓക്കെ, ദെൻ അതിനുശേഷം ആ ഇമെയിൽ ഐ ഡി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യാനുണ്ട്. സോ ഒന്നും കൂടി നമുക്കൊന്ന് കൺഫേം ചെയ്യാം. MANNADIYAR mannadiyar@gmail.com. ദെൻ ഓൾട്ടർനേറ്റ് ഇമെയിൽ ഐ ഡി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി കൂടി നമുക്ക് വേണമെങ്കിൽ അതിന് കൊടുക്കാം. ഓൾട്ടർനേറ്റ് ഇമെയിൽ ഐ ഡി ആയിട്ട് നമുക്ക് പഴശ്ശിരാജ വാര്യർ @gmail.com എന്നും കൂടി നമുക്ക് കൊടുക്കാം. ഫൈൻ. സോ ഇത്ര ആയി കഴിഞ്ഞപ്പോഴെന്ത് പറ്റി, നമ്മളുടെ ഓക്കെ ഈ പേജ് കംപ്ലീറ്റ് ആയി. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ ഒന്നുകൂടി ഒന്ന് നോക്കുക. നരസിംഹ മന്നാടിയാർ, ഓക്കെ, നമുക്ക് മെയിലാണ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, എല്ലാ കാര്യങ്ങളും പൂരിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് കാര്യമായിട്ട് നോക്കുക. ഈ ആസ്റ്ററിക് സയൻസിലുള്ളതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം കൊടുക്കുക. കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഓക്കെ, എൻ്റെ മുത്തശ്ശിയെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടിന്യൂവിലേക്ക് നമ്മൾ പ്രസ് ചെയ്യുന്നു. So email ID and confirm email ID should be same. 1 second. Yes, Mannadiyar, MANNADIYAR, Mannadiyar. Yes, okay. Okay, what happened actually in between? രണ്ടും കറക്റ്റ് തന്നെയാണല്ലോ. ഓ, ക്യാപിറ്റൽ ലെറ്റർ ആയി പോയില്ല. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്.
ഓക്കെ ഫൈൻ. അപ്പോൾ ഒന്നും കൂടി എൻ്റെ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ചോദിക്കും ക്ലെയിമിങ് ഏജ് റിലാക്സേഷൻ. ഈ ഏജ് റിലാക്സേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് OBC കാറ്റഗറി ആണ് എന്നുണ്ടെങ്കിൽ 32 വയസ്സ് കഴിഞ്ഞ് 35 വയസ്സ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ SC/ST ആണെന്നുണ്ടെങ്കിൽ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അവർക്കാണ് ഏജ് റിലാക്സേഷൻ ഉള്ളത്. ജനറൽ കാറ്റഗറി ആയിട്ടുള്ളവർക്ക് എന്തില്ല, ഏജ് റിലാക്സേഷൻ ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ വയസ്സ് 32-ൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ ഏജ് റിലാക്സേഷൻ നോ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ മുകളിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏജ് റിലാക്സേഷൻ യെസ് എന്ന് ക്ലിക്ക് ചെയ്യാം. ദെൻ അടുത്ത നമ്മൾ കണ്ടിന്യൂ പാർട്ടിലേക്ക് പോകുന്നു. പോയി കഴിയുമ്പോൾ ഫോട്ടോ ഐ ഡി കാർഡ് ആക്ച്വലി എന്ത് ചെയ്യുന്നു, നമുക്കിവിടെ പേയ്മെൻറ്റ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് ഫോട്ടോ ഐ ഡി കാർഡ് എത്രയാണെന്ന് പറയാം. സോ ഫോട്ടോ ഐ ഡി കാർഡ് തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുക, ഫോട്ടോ ഐ ഡി കാർഡ് തൽക്കാലത്തേക്ക് ആധാർ എന്ന് ക്ലിക്ക് ചെയ്യുക. ആധാർ വിൽ ബി ബെറ്റർ. ഓക്കെ, ഡ്രൈവിംഗ് ലൈസൻസിനേക്കാളും ബാക്കിയുള്ളതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്ന ആധാറാണ്. അപ്പോൾ ആധാറിൻ്റെ ആ ഒരു ഫോട്ടോ ഐ ഡി കാർഡിൻ്റെ നമ്പർ കൂടി അവിടെ കൊടുക്കണം. ആധാറാണെങ്കിൽ ആ 18 നമ്പർ. തൽക്കാലം നമുക്ക് SBIയുടെ ടോൾ ഫ്രീ നമ്പർ നമുക്ക് കൊടുക്കാം. ഓക്കെ, 180045003298. ഓക്കെ, സോ 12 നമ്പർ നമ്മൾ കൊടുത്തു. നമുക്ക് എന്ത് ചെയ്യണം, അതൊന്നും കൂടി കൺഫേം ചെയ്യണം. 180045003298. ദെൻ ഇതിന് ശേഷം നമുക്ക് 10ാം ക്ലാസ്സിൽ പെർസെൻറ്റേജ് നമുക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് എഴുതുക. CGP ആണെങ്കിൽ CGP എന്ത് ചെയ്യണം, നമ്മളൊന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതണം. സോ തൽക്കാലം മന്നാടിയാർ ഒരു ഹൈ റാങ്കിൽ ഇരുന്നോട്ടെ. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ്, അതായത് നിങ്ങൾ നേരത്തെ ഒരു അറ്റംപ്റ്റ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 1 എന്ന് കൊടുക്കുക. ഓക്കെ, സോ ഓൾറെഡി മെയ്ഡ് ആണ്, അതുകൊണ്ട് ഇപ്പോഴത്തെ അറ്റംപ്റ്റ് നിങ്ങൾ കൂട്ടണ്ട. ഓക്കെ, നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ 1 എന്ന് കൊടുക്കുക. ഒന്നുമില്ല, ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തൽക്കാലം 0 എന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്താണ് അടുത്തത്, സിവിൽ സർവീസ് മെയിൻസ് എക്സാമിനേഷൻ. നമുക്ക് തിരുവനന്തപുരമാണ് കേരളത്തിലുള്ള സെൻറ്റർ, അതുകൊണ്ട് നമുക്ക് ട്രിവാൻഡ്രം കൊടുക്കാം. ദെൻ അതിനുശേഷം ലാംഗ്വേജ് ആൻഡ് മീഡിയം ഫോർ എക്സാമിനേഷൻ ഓഫ് പേപ്പർ 1 to 4, അതായത് 1 തൊട്ട് 4 വരെയുള്ള 1 തൊട്ട് 5 വരെയുള്ള നമ്മുടെ GS പേപ്പേഴ്സും SA പേപ്പറും ഏത് മീഡിയം എന്നാണ് ചോദിക്കുക. നമ്മൾ യൂഷ്വലി ഇംഗ്ലീഷ് തന്നെയാണ് നമ്മൾ മീഡിയമായിട്ട് എടുക്കുക. അതല്ല നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഇംഗ്ലീഷ് മാറ്റി മലയാളം എന്ന് കൊടുക്കുക. ഓപ്ഷണൽ സബ്ജക്റ്റ് നിങ്ങൾ മലയാളമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് മലയാളം തന്നെയാകും. ഓക്കെ, സോ നമുക്ക് അതല്ല വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് നിങ്ങളുടെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ് ഈ ഓപ്ഷൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ മലയാളമാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനകത്തേക്ക് പോയിട്ട് ലിറ്ററേച്ചർ ഇൻ മലയാളം എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതല്ല മറ്റേതെങ്കിലും ഒരെണ്ണമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊന്ന് സെലക്ട് ചെയ്ത് വിടാം. തൽക്കാലം നമുക്ക് മന്നാടിയാറിനെ കൊണ്ട് നമുക്ക് സന്താളി ലാംഗ്വേജ് പഠിപ്പിക്കാം. സോ ലിറ്ററേച്ചർ ഇൻ സന്താളി ലാംഗ്വേജ് കൊടുത്തു. അതിനുശേഷം ഇതിന് ഉള്ള ഓപ്ഷൻ എഴുതാനുള്ള പേപ്പർ എന്താണ് എന്നുള്ളത് അവിടെ വന്നു കഴിയുമ്പോൾ സന്താളി ഏത് സ്ക്രിപ്റ്റാണ് എന്നുള്ളത് ചോദിക്കും, അല്ലെങ്കിൽ മലയാളമാണെങ്കിൽ ഏത് സ്ക്രിപ്റ്റാണെന്ന് ചോദിക്കും. അതിനുശേഷം ഡു യു ഹെയിൽ ഫ്രം അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം. സോ അവർക്ക് ഈ ഇംഗ്ലീഷിൽ കമ്പൽസറി ഇംഗ്ലീഷ് പേപ്പർ ഓഫ് മെയിൻസിൽ ഒരു ചെറിയ ഒരു റിലാക്സേഷൻ ഉണ്ട്. നമ്മൾ തൽക്കാലം കേരളത്തിലാണ്, നമ്മൾ വേറെ സ്റ്റേറ്റാണ്, അതുകൊണ്ട് നമ്മൾ തൽക്കാലം എന്ത് ചെയ്തു, നോ എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ലാംഗ്വേജ് എ പേപ്പർ സെലക്ട് ചെയ്യണം. ആ ലാംഗ്വേജ് എ പേപ്പർ എന്ന് പറയുന്നത് നമ്മളുടെ കമ്പൽസറി ലാംഗ്വേജ് ആണ്. നിങ്ങൾക്ക് മലയാളം വേണമെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം, തമിഴ് വേണമെങ്കിൽ തമിഴ് സെലക്ട് ചെയ്യാം, ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി സെലക്ട് ചെയ്യാം, എനിത്തിങ്. ദെൻ IFOS മെയിൻസ് എക്സാമിനേഷനുള്ള സെൻറ്റർ തൽക്കാലം നമുക്ക് ഡൽഹിയിൽ പോയി എഴുതാം, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ദെൻ ഫസ്റ്റ് ഓപ്ഷൻ സബ്ജക്റ്റ്, സെക്കൻഡ് ഓപ്ഷൻ സബ്ജക്റ്റ്, ഏതെങ്കിലും നിങ്ങളുടെ ഒരു 2 ഓപ്ഷൻ സബ്ജക്റ്റ് കൂടി എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ, സെക്കൻഡ് വൺ ഈസ് ആക്ച്വലി കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഇത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊന്ന് കൊടുത്തു. അതിനുശേഷം ഇവിടെയും എന്ത് ചെയ്യും, ഈ പറയുന്ന രീതിയിൽ എത്ര അറ്റംപ്റ്റ്സ് നിങ്ങൾ ഇന്ത്യൻ ഫോറസ്റ്റ് എക്സാമിനേഷന് കൊടുത്തു എന്ന് ചോദിക്കും. അത് നമ്മൾ തൽക്കാലം എന്ത് ചെയ്തു, 0 കൊടുക്കുന്നു. അങ്ങനെ ഈ ഒരു പേജിൽ നമുക്ക് എന്താ വെച്ചാൽ സിവിൽ സർവീസിൻ്റെ മെയിൻസിൻ്റെയും സിവിൽ സർവീസ് IFOSൻ്റെ മെയിൻസിൻ്റെയും പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ പാർട്ട് 1, ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ കംപ്ലീറ്റ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. വൃത്തിക്ക് വായിച്ച് നോക്കുക, നമ്മളുടെ പേര് കറക്റ്റാണോ, ജെൻഡർ, ബർത്ത്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റാണോ എന്നുള്ളത് നല്ലവണ്ണം ഒന്ന് നോക്കുക. ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഇത് രണ്ടും ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യണം. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യാപ്ച വരും. ആ ഒരു ക്യാപ്ച നിങ്ങൾ ഒരു റോബോട്ടാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഒരു ക്യാപ്ച എന്ത് ചെയ്യുന്നു, നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. DG57F9, അത്രയേ ഉള്ളൂ. സോ ആ ക്യാപ്ച
അതല്ല നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ ഈ ചെയ്തതിൽ തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ചേഞ്ചസ് വരുത്തുവാനും പറ്റും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, എൻ്റെ മുത്തശ്ശി എന്ന് പറഞ്ഞ് ഡിഗ്രി കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ UPSC ഓൺലൈൻ വീണ്ടും പറയുന്നു, മകനെ വേണോ വേണ്ടയോ, ഓക്കെ വെറുതെ നിൻ്റെ ഒരു വർഷം കളയണോ, ഓക്കെ നിനക്കിത് സത്യമായിട്ടും വേണോ എന്നുള്ളത് ചോദിക്കും. തൽക്കാലം നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഓക്കെ കൊടുത്തിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകും. ഓപ്ഷൻ കൊടുത്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പേപ്പർ 1 അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ ഫസ്റ്റ് പാർട്ട് 1 കംപ്ലീറ്റ് ആയി എന്ന് വരും. സോ ഈ പാർട്ട് 1 കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ഐഡിയും ഓക്കെ അത്തരത്തിലുള്ളൊരു പാസ്വേഡും ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. സോ അതുകൊണ്ട് ഈ രജിസ്ട്രേഷൻ ഐ ഡി, അതായത് ഈ കാണുന്ന രജിസ്ട്രേഷൻ ഐ ഡി നിങ്ങൾ എന്ത് ചെയ്യണം, ഓക്കെ നിങ്ങൾ എഴുതിയെടുത്ത് വെച്ചിരിക്കണം. ഈ ഒരു പേപ്പർ 1 അല്ലെങ്കിൽ ഈ പാർട്ട് 1 കഴിയുമ്പോൾ രജിസ്ട്രേഷൻ ഐ ഡി എന്ത് ചെയ്യുക, ഒന്ന് എഴുതിയെടുത്ത് വെച്ചിരിക്കുക. മിക്കവാറും നമ്മളുടെ മെയിൽ ഐ ഡിയിലേക്കും അതുപോലെ തന്നെ നമ്മളുടെ മെസ്സേജിലേക്കും എത്തിയിട്ടുണ്ടാവും. എന്നാൽ പോലും ഒന്ന് എഴുതിയെടുത്ത് വെച്ചിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ പാർട്ട് പ്രിൻറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് വെക്കാം, ഈ സ്ലിപ്പ് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് വെക്കാം. ഇതിൻ്റെയൊക്കെ ഒരു PDF കോപ്പി കയ്യിൽ കരുതുന്നത് നല്ലത് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സോ ഇവിടെ നമുക്ക് വന്നു, ഓക്കെ ആ നമ്പർ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു. അതിനുശേഷം പാർട്ട് 2 നമ്മൾ പോകുന്നു. പാർട്ട് 2 പോകുന്ന സമയത്ത് ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നമുക്കത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് വഴി മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, മൊബൈൽ ഫോൺ വഴി ആക്സസ് ചെയ്യാൻ പറ്റില്ല. സോ പേപ്പർ 1 പാർട്ട് 1 നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വഴി കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം പാർട്ട് 2 ചെന്ന് കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു കമ്പ്യൂട്ടർ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. പാർട്ട് 2 ഒന്നുമില്ല, നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഫോട്ടോ അതുപോലെ തന്നെ നമ്മളുടെ സ്കാൻഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ, ആ ഒരു ഡോക്യുമെൻറ്റ്സുകൾ മാത്രം ഒന്ന് അപ്ലോഡ് ചെയ്താൽ മതിയാകും. അപ്ലോഡ് ചെയ്ത് ഫൈനൽ സബ്മിറ്റ് കൊടുക്കുന്നതോടുകൂടി നിങ്ങൾ UPSCക്ക് ഈ വർഷം എഴുതുവാനുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകും. സോ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ഏകദേശ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഒന്ന് മുന്നോട്ടേക്ക് പോകുന്നത്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ ദ പ്രിലിമിനറി എക്സാമിനേഷൻ.